തമിഴ് ബിഗ് ബോസ് സീസൺ 7 അരച്ച് കലക്കി കുടിച്ചിട്ട് വന്ന മലയാളം സീസൺ 6-ലെ രണ്ടുപേരാണ് നമ്മുടെ അർജുനും ശ്രീതുവും. തമിഴില് വിജയ് വർമ്മ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റും പിന്നെ ആ സീസൺ വിജയിച്ച അർച്ചന എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റും തമ്മിൽ ഇതുപോലെ തന്നെ ഒരു കണ്ണും പ്രണയം ഉണ്ടായിരുന്നു. ജബ്രുകളെ പോലെ കാട് കീറി ഡിസ്കസ് ചെയ്ത് ലൈവ് കാണുന്നവരെ വെറുപ്പിച്ചിട്ടില്ല കേട്ടോ. ഇവരുടെ പോലെ എന്ന് പറയുമ്പം അവരവിടെ വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്ത കാര്യങ്ങൾ പ്രേക്ഷകർ ഏറ്റുപിടിച്ച് കൊണ്ടാടിയതാണ് BGM ഒക്കെ ഇട്ടിട്ട്. തമിഴ് ഓഡിയൻസിനെ അറിയാലോ, റൊമാൻസിന് അവിടെ ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ കീറിപ്പോയ രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. ഇവിടെ ഇതൊരു കോംബോ ആക്കാൻ ബിഗ് ബോസ് വരെ പഠിച്ച പണി 18 ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീതു ഒക്കെ ഓർത്തോണ്ടിരിക്കുന്ന ശ്രീതു ആണ് മലയാളം സീസൺ 6-ലെ അർച്ചന എന്നാണ്. അർജുൻ ആണെങ്കിൽ വിജയുടെ ഗെയിം അരച്ചു കലക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. വിജയ് അവിടെ മായ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റുമായിട്ട് ഒരു കോംബോ ഉണ്ടാക്കി എടുത്തിരുന്നു. അർജുൻ ഇവിടെ അങ്ങനെ രണ്ടുപേരൊന്നുമില്ല, ഒരു ശ്രീതു മാത്രമുണ്ട്. പക്ഷെ എനിക്ക് നല്ല സിമിലാരിറ്റി തോന്നുന്നുണ്ട് രണ്ടുപേരുടെയും ഗെയിം തമ്മിൽ, വിജയുടെയും പിന്നെ അർജുന്റെയും. ഇത് സീസൺ തുടങ്ങി സെക്കൻഡ് വീക്ക് മുതലേ പറയാൻ തോന്നിയ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ നമ്മൾ വേറെ ഗെയിമുകളും പലതും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നാളെ ശ്രീതുവിന്റെയും അർജുന്റെയും പേരൻസ് ആണ് ഹൗസിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ആദ്യം ഒരാളുടെ ഫാമിലി വന്ന് കുറെ സമയം കഴിഞ്ഞ് അടുത്ത ആളുടെ വരും. ഇന്നത്തെ പോലെ തന്നെ അങ്ങനെയാണ് പരിപാടി. കല്യാണ നിശ്ചയവും പെണ്ണ് കാണലും പാലുകാച്ചിലും ഒക്കെ നടക്കുമോ എന്ന് കണ്ടറിയാം. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ വിജയ് അർച്ചന കോംബോ പോലെ ഒരു കോംബോ സെറ്റ് ആക്കാൻ നോക്കി, കോപ്പി അടിക്കാൻ നോക്കി പാളിപ്പോയൊരു കോംബോയാണ് ശ്രീതു അർജുൻ എന്നിവരുടേത്. പക്ഷെ കണ്ണിലോട്ടും ഒക്കെ നോക്കി എന്താ പറയാ, ആ രീതിയിൽ സംസാരമൊന്നും ഇല്ലാത്തൊരു പ്രണയം, ടിപ്പിക്കൽ ഓൾഡ് സ്കൂൾ സാധനം. അവരെ ഷിപ്പ് ചെയ്ത് വിടാൻ നമ്മുടെ വലിയ മുതലാളിക്ക് എന്തോ നേർച്ചയുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരുടെ പേരൻസിനെ ഒരുമിച്ച് കയറ്റി വിടുന്നത് ഒരു ദിവസം തന്നെ. എന്തായാലും നിങ്ങൾക്ക് എന്താണ് കമന്റ്സിൽ തോന്നുന്നത് നിങ്ങൾ പറയുക. ഇപ്പോൾ ലൈവിൽ ഒരു മനപ്പൊരുത്തം ടാസ്ക് നടക്കുന്നുണ്ട് നമ്മുടെ അൻസിബയുടെയും ഋഷിയുടെയും. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.